ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ വേരോടെ കറുപ്പിക്കാൻ പറ്റിയ ഒരു കൂട്ടാണ് ഇന്ന് ഞാൻ റെഡിയാക്കിയേക്കുന്നത്. അതും തികച്ചും നാച്ചുറലായിട്ടുള്ള കൂട്ട് തന്നെയാണ്. നമ്മുടെ മുടിയെ ഇപ്പോൾ അകാലത്തിലുണ്ടാകുന്ന നമ്മുടെ നരയെ മറയ്ക്കാൻ ഏറ്റവും അത്യുത്തമം എന്ന് പറയാം. അതുപോലത്തെ ഒരു കൂട്ടാണ് ഇന്ന് റെഡിയാക്കിയേക്കുന്നത്. രണ്ട് സാധനം മാത്രം മതി നമുക്ക് സുലഭമായി ലഭിക്കുന്ന നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, പിന്നെ നീലയമരിയുടെ പൗഡർ. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കുന്നതെന്ന് ഞാൻ വീഡിയോയിലോട്ട് പോകാം. തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല ഒരു കളർ ലഭിക്കാൻ ഇത് തരാൻ ഇതിന് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ചെമ്പരത്തിപ്പൂവ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചെമ്പരത്തിപ്പൂ പറിച്ചിട്ട് അതിൻ്റെ പച്ചത്തണ്ടും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ കഴുകിയിട്ട് മാറ്റാം. ഞാനിവിടെ 6 ചെമ്പരത്തിപ്പൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ കിട്ടിയാലും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ ആദ്യം ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ വേണ്ട ചെമ്പരത്തിപ്പൂ ഇവിടെ അതിൻ്റെ പച്ചയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിനകത്തോട്ട് 1 കപ്പ് വെള്ളം, ഒറ്റ കപ്പ് പച്ചവെള്ളം എടുത്ത് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് നമ്മളൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. ഈ 1 കപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് വെന്ത് വറ്റി 3/4 ഗ്ലാസോളം മതി. അപ്പം നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേയിലപ്പൊടിയാണ്. തേയിലപ്പൊടി 1 സ്പൂൺ തേയിലപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതല്ല, ഇത് രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേയിലപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് വെട്ടി തിളച്ച് കഴിയുമ്പം സിമ്മിലിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മളിത് ഈ 1 ഗ്ലാസ് എന്നുള്ളത് 1/4 ഗ്ലാസോളം വറ്റിച്ചെടുക്കണേ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൗഡർ എന്ന് വെച്ചാൽ നീലയമരിയുടെ പൗഡറാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന ആയൂറിൻ്റെ വനശ്രീയുടെയാണ് നീലയമരി പൗഡർ. ഇത് അങ്ങാടിക്കടയിൽ നിന്നാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെ വാങ്ങുക കേട്ടോ. കാരണം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ അവർ ഉപയോഗക്രമങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. എണ്ണ കാച്ചുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ മുടിക്ക് നല്ല കളറ് വരാനും അതുപോലെ താരൻ മാറാനും ഒക്കെ നീലയമരി ബെസ്റ്റാണ്. അതുപോലെ ഇത് വിട്ട് നമ്മൾ എണ്ണ കാച്ചും തേക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം. നമ്മുടെ മുടിക്ക് തിളക്കം ലഭിക്കാനും മുടി കൊഴിച്ചിൽ നിർത്താനും മുടി നല്ലതുപോലെ കറുത്ത കളറോടുകൂടി വളരാനും നല്ല ഉപയോഗപ്രദമായിട്ടുള്ള 2 സാധനമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും നീലയമരി പൗഡറും കേട്ടോ. ഇതിപ്പം നല്ലതുപോലെ വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലതുപോലെ വെന്ത് വറ്റി 3/4 ഗ്ലാസ് ആകുമ്പോഴത്തേന് നമുക്കിത് മാറ്റി വെക്കാം. ഒരരിപ്പയിലോട്ട് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് തണുക്കണം കേട്ടോ. ചെറിയ ഇളം ചൂടാണേലും കുഴപ്പമില്ല, എങ്കിലും ഒന്ന് തണുക്കണം. ഞാനിപ്പം ഞാനെടുത്ത അളവെടുത്ത കപ്പിൽ തന്നെ ഞാനൊരു അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരു 3/4 ഗ്ലാസോളം വറ്റിയിട്ടുണ്ട്. നമുക്ക് അത്രയും മതി കേട്ടോ. ഇത്രയും തന്നെ ആവശ്യമില്ല. നമുക്കതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ വരുന്ന വെള്ളം നമുക്ക് പിന്നെ തലമുടിയിൽ തണുത്തതിന് ശേഷം നമ്മുടെ തലമുടിയിൽ ഒഴിച്ച് കഴുകിക്കളയാവേ. ഇതിപ്പം നമ്മുടെ മിക്സ് റെഡിയാക്കാൻ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഒരു തുരുമ്പിൻ്റെ ഒരംശം നമ്മുടെ മുടിക്ക് കളർ ലഭിക്കാൻ, കറുത്ത കളർ തരാൻ എല്ലാം തരുന്ന ഒരു സാധനമാണ് നമ്മൾ അതിനകത്ത് ആ തുരുമ്പിൻ്റെ അംശമേ. അതല്ല, തുരുമ്പിൻ്റെ പാത്രം ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിനകത്തൊരു തുരുമ്പിൻ്റെ ഒരു ഇരുമ്പാണി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ചെയ്താലും കുഴപ്പമില്ല. ആ തുരുമ്പ് അതിനകത്തോട്ട് പോയിക്കോളും കേട്ടോ. അപ്പം ഞാനിവിടെ 2 സ്പൂണ് നീലയമരിയുടെ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ ഒരു സ്പൂണിൽ തന്നെ ഒരു 4 സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്യുന്നത്. പക്ഷേ 4 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം നേരെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നമ്മുടെ അളവിനനുസരിച്ചിട്ട് അത് ആ ഒരു കുറുക്ക് പോലെ വരുന്ന രീതിയിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ 4 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഒരിക്കലും അത് അതിനകത്തോട്ട് മിക്സ് ആയിട്ടില്ല. ആ കട്ടയായിട്ട് അവിടെ കിടക്കും. ഈ കിടക്കുന്ന കട്ടകുത്തെല്ലാം നമ്മൾ ഇളക്കി അത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം ഈ പൊടി ആയതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം അനുസരിച്ചിട്ട് കുറച്ച് പാടാണ് കേട്ടോ. നമ്മൾ ആദ്യമേ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ കട്ടൻ ചായയുടെയും പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെയും കൂടെ വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ച്, ഞാനിവിടെ ഏകദേശം ഒരു 9-10 സ്പൂണോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒരു കുറുക്ക് രൂപത്തിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ബാലൻസ് വരുന്ന വെള്ളം ഒരിക്കലും കളയണ്ട. തേയിലയും ചെമ്പരത്തിപ്പൂവുള്ള ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു നമ്മുടെ ഹെയർ കളർ, നമ്മുടെ ഈ
നമ്മൾ ഈ കൂട്ട് തലയിൽ തേച്ച് കഴിഞ്ഞ് കഴുകുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം ഒഴിച്ചും കഴുകിക്കളയാം. അതല്ല വെറുതെ നമ്മളിത് തേക്കാതെ മാറ്റി വെച്ചാൽ നമ്മുടെ തലമുടി കഴുകിക്കളയാം കേട്ടോ. അത് നല്ല ഒരു വെള്ളമാണേ അത്. നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്താക്കി നമ്മുടെ മുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് കളയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം വേണ്ട ഇതുപോലെ നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മളിത് ഒരു കുറുക്ക് രൂപത്തിലെടുക്കണം. ഇതിൻ്റെ ഈ നീലാമരിയും ചെമ്പരത്തിപ്പൂവും തലമുടിക്ക് നല്ല നല്ല കളറ് തരും കേട്ടോ. പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പേടിക്കുകയോ വേണ്ട നമ്മുടെ മുടി കൊഴിഞ്ഞു പോവോ, നമുക്ക് ചൊറിച്ചിൽ വരുമോ, മറ്റ് ഫംഗസ് കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മുടെ സൂപ്പറായിട്ട് നമ്മുടെ മുടിക്ക് ഇത് നല്ലതേ വരുത്തത്തുള്ളൂ. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് പോട്ടെ, അങ്ങേയറ്റം 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചവെള്ളത്തിൽ തന്നെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 വട്ടമൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ മുടിയുടെ ആ ഒരു കളർ വ്യത്യാസം. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ പിന്നെ നിങ്ങൾ മാസത്തിൽ 1 വട്ടമൊക്കെ ആക്കിയാൽ മതി കേട്ടോ. ഇത് വലിയ പാടില്ലാത്ത 2 കൂട്ടാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മൾ മാർക്കറ്റിൽ പോയി കെമിക്കലുള്ള ഡൈ ഒക്കെ മേടിച്ച് തേക്കുമ്പോൾ എന്തായാലും അത് നല്ല പോലെ മുടി കറക്കും കേട്ടോ. ആ ഒരു റിസൾട്ട് എന്തായാലും നാച്ചുറലായിട്ട് ചെയ്യുന്നതിന് കിട്ടില്ല. പക്ഷേ നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യില്ല. പതിയെ നമ്മുടെ മുടിക്ക് കളറ് വരും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മാക്സിമം അങ്ങേയറ്റം നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷമേ പിന്നെ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. നമ്മൾ വൈകിട്ടൊക്കെ ചെയ്ത് വെക്കും, ഓവർനൈറ്റൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് നല്ല കളറാണ്, കറുപ്പ് കളറിൽ കിട്ടും. ഞാനിവിടുത്തെ ഒരു 4 മണിക്കൂർ മാത്രമേ അടച്ചു വെച്ചിട്ടുള്ളായിരുന്നേ. ഒരു 4 മണിക്കൂർ കൊണ്ട് ഞാൻ ഇതിന് വന്ന മാറ്റം നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബാലൻസ് ഇത്രയും വെള്ളമുണ്ട്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടി കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കൂട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് മാറ്റി വെക്കാൻ പോവാണ്. ഞാനൊരു 4 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 4 മണിക്കൂർ കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ള മാറ്റം ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓവർനൈറ്റ് വെക്കുമ്പോൾ ഉള്ള മാറ്റം അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. നല്ല പോലെ കറുപ്പാകും കേട്ടോ. അതേണ്ടേ ഞാനിവിടെ 4 മണിക്കൂറിന് ശേഷം എടുത്ത ആ ഒരു കൂട്ടിൻ്റെ കളറ് കണ്ടോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ രാത്രിയിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇത് ശരിക്കും കൺമഷി കളറാകും കേട്ടോ. ഇതിപ്പോൾ ഞാനത് ഇളക്കുമ്പോൾ തന്നെ അടിയിൽ അതിൻ്റെ പച്ച ഉണ്ട്. പക്ഷേ ഇത് ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കരിക്കട്ട കളറാകും. നിങ്ങളുടെ മുടിക്ക് അതുപോലെ ഗുണവും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഡൈപ്പായ്ക്കാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഒക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.